വഴിയിൽ പബ്ലിക് വഴിയിലാവും മൂത്രം ഒഴിക്കുന്നത്. അയ്യേ അതി ഞാനൊന്നും പറയല്ലേ. ഇതാന്ന് എടുക്കാൻ പറഞ്ഞേ. കേസു ടാറ്റാ ടാറ്റ പറ. ടാറ്റാ ടാറ്റാ. ഹലോ ഹായ്. ഇവിടെ മഴയൊക്കെ ഇച്ചിരി കുറവുണ്ട്. അപ്പം ഞങ്ങൾ വീട്ടിലോട്ടൊന്ന് ഇറങ്ങിയതാ. കണ്ട അയ്യോ ഒരു സാധനങ്ങൾ കൊടുക്കുമ്പോൾ ഇയാൾക്ക് പിടിക്കാൻ വയ്യ, ഭയങ്കര മടിയാ. ഞങ്ങൾ കനാലിൽ കൂടി ഇങ്ങനെ ഇവിടൊക്കെ ഇപ്പം ഇപ്പം ഇച്ചിരി മഴ കുറവുണ്ട്. രാത്രി ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ വീട്ടിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ബസ് കിട്ടി. അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ വീട്ടിലിരിക്കുക. ഹലോ, അപ്പോൾ ഞാനിന്നൊരു കുഞ്ഞു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പം വീട്ടിലോട്ട് പോകുന്ന വഴിയാണിത്. ഇതൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ഈ കനാലിൽ കൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. വഴിയിൽ പബ്ലിക് വഴിയിലാവും മൂത്രം ഒഴിക്കുന്നത്. അയ്യേ അതി അതിയേ അതൊക്കെ ഇവിടെ പിന്നെ എന്തുവാ ഓടിയാലേ തെന്നി പോകൂടാ. മഹാലക്ഷ്മിക്ക് പാമ്പേഴ്സ് ഞങ്ങളിങ്ങനെ നടക്കുക. ഞാനൊന്നും പറയല്ലേ. വെള്ളം കിടക്കുന്നു കേട്ടോ. ഞങ്ങളുടെ കനാലെല്ലാം ശോഷിച്ചു പോയി, വെള്ളമില്ല. ഇതിവിടെ രണ്ട് വശം ഇങ്ങനെ എന്താ ഒരു ഇരുട്ട് മൂടി കിടക്കുക, റബ്ബർ. കുറച്ച് വെള്ളമേ ഉള്ളടാ. പിന്നെ ആണോ? ഓക്കെ. ഓ, ഇയാൾ വലിയ കാരണവരാ ഇതെല്ലാം പറഞ്ഞു തരുന്നത്. നടന്ന് വയ്യ. ഇനി കുറച്ചും കൂടെ ഉള്ളു നടക്കാൻ. നമ്മുടെ വഴി ഒരു അകത്താണ് ഞങ്ങളുടെ വീട്. ഒരു ഇങ്ങനെ ഒരു സ്ഥലത്താണ്. ഇവിടെ നല്ല രസം. ചാണകോ? നടക്കട്ടെ. നമ്മുടെ വീട്ടിലോട്ട് പോകാൻ ആദ്യം ഭയങ്കര ഇഷ്ടം, അതായത് എൻ്റെ വീട്ടിൽ. കാരണം അവിടെ ആണെങ്കിൽ അമ്മയുണ്ടെങ്കിൽ ഫോൺ കൊടുക്കും. അതിനാണ് ഈ തുള്ളിച്ചാടി പോകുന്നത്. കണ്ണിലിരിക്കുന്നത് എന്തുവാ? അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന സ്ഥലമെത്തി. അപ്പുറത്ത് പിള്ളേരെല്ലാം ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഈ സ്കൂൾ അടപ്പായി കഴിഞ്ഞാൽ ഇവിടുത്തെ പിള്ളേരെല്ലാം ഇവിടെ ഒത്തുകൂടുന്നത്. സ്ഥലമെത്തിയല്ലോ അതും. അങ്ങനെ നമ്മുടെ കുറച്ച് നടക്കാനുണ്ട്. ഇവിടെ നടക്കുന്നത് ഭയങ്കര പാടാ. ചൂടായാൽ ഭയങ്കര ബുദ്ധിമുട്ട്. എന്നാലും ഞാൻ വിയർത്ത്. എന്താ നമ്മുടെ വീടാണ് അത്. കേസുവാ മഹാലക്ഷ്മി ശുദ്ധരി മോളെ. മഹാലക്ഷ്മിയെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ഉടുപ്പൂരിയിടാതോ. മഹാളി അലിച്ചിരിക്കുന്ന നോക്കിയേ. മഹാലി അമ്മ അണ്ണ അതാ എനിക്ക് വേണോന്ന് പോലും ചോദിക്കാതെ ഒറ്റയ്ക്കിരുന്ന് തട്ടുവാണ്ട പപ്പടം. നമുക്ക് അത് കൊള്ളാം കേട്ടോ. അത് ഇഷ്ടമാടി കൊള്ളാം കേട്ടോ. നമ്മളിവിടെ ഇരിക്കുന്നത് മാക്ക് മാങ്ങിനടിക്കുക. ഇവിടെ നിന്ന് സിനിമയും കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇതിനെ പോകണം. രാവിലെ ഇതാന്ന് എടുക്കാൻ പറഞ്ഞേ.
സങ്കട പെണ്ണാണ്, ഞങ്ങളുടെ പെണ്ണാണ്. ഹലോ, ഞങ്ങള് മഴയത്ത് ഇങ്ങനെ മഴ ചാറുന്നുണ്ട് ഇവിടെ. അയ്യാടാ വീഴും ഇവിടെ. ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ച് നിൽക്കുക കേട്ടോ. അവിടെ ഒരു സന്തോഷം നോക്കിയേ മഴയത്ത് കിടന്ന് കളിക്കുന്നതിന്റെ. പോടാ പോടാ, അവൻ വേണ്ട ചന്നി കുരുക്കിക്കൊണ്ടിരിക്കുക. പോടാ അമ്മമാരെ കൊണ്ട് ഒരു രക്ഷയില്ലാതെ. ഓ പതുക്കെ. എല്ലാരും ഇങ്ങനെ അലപ്പറ ടീംസാ, അലപ്പറ ടീംസ്. കട്ടെ എന്താ കഴിച്ചു രാവിലെ? മര്യാദക്ക് വരാൻ എൻ്റെ കൂടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഓട്ടോയ്ക്കകത്ത്. അപ്പോൾ അവൾക്ക് വീട്ടിലോട്ട്, അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട്. എത്ര 150 അല്ലേ? സ്കാനിങ് ഉണ്ടല്ലോ. അങ്ങനെ അവൾക്കാണ് ഞാൻ എണ്ണ വാങ്ങിച്ചു. പിന്നെ ഇനി ബേക്കറി കയറി എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും, ഫ്രൂട്ട്സ് അല്ല പിള്ളേർക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം. ആ സമയത്താണ് 3 നീല ബസ് വന്ന് ബ്ലോക്കായി കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ ബസ്സാണ്, ബസ്സല്ല ബേക്കറിയാണ്, ആര്യാസ്. ഞങ്ങൾ ആര്യാസിൽ നിന്നാണ് സാധനങ്ങളൊക്കെ. അതെ മതിയല്ലോ. അതെ മതി. എന്തോ അവിടുന്ന് കേസു ടാറ്റാ ടാറ്റ പറ. ടാറ്റാ ടാറ്റാ. ഞാൻ വീട്ടിലോട്ട് പോവാം. അവളെന്നെ ഓട്ടോയ്ക്കകത്താക്കിയിട്ട് ഞാൻ വീട്ടിലെത്താറായി. ഹായ്, ഞാൻ വീട്ടിൽ വന്ന മഴ തുടങ്ങി. ഇപ്പം പപ്സ് തിന്നെ ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ. ഇപ്പം വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുക്കിംഗ് പരിപാടികളിലേക്ക് പോവുകയാണ്. അവന് വന്നില്ല എൻ്റെ കൂടെ, ഭയങ്കര കരച്ചിലായിരുന്നു. ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞ് വരുവാണെന്ന്. അങ്ങനെ ഞാൻ ഉടുപ്പിട്ട് കാല് കഴുകി കൊടുത്തപ്പോഴത്തേക്കും പിന്നെ നിന്ന് അങ്ങ് കരച്ചില്. ഞാൻ ചോദിച്ചു വരുന്നോടാ? ഇല്ല. ഞാൻ അപ്പോഴേ അവിടെ കൂടെ കയറി ഞാൻ ഇനി പോരുന്നു. അവൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ 2 ദിവസം നിന്നിട്ടേ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലുള്ള ചെറിയൊരു വ്ളോഗായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.